ചാനൽ വളരെ നിർണായകമായ ചില വെളിപ്പെടുത്തൽ നടത്തി. ഇനിയും പല തുറന്നു പറച്ചിലുകളും താമസിയാതെ ഉണ്ടാവും എന്നുള്ള മുന്നറിയിപ്പും അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. ചുരുക്കത്തിൽ കഥ തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇവിടെ എങ്ങും നിൽക്കില്ല. അങ്ങനെയാണെങ്കിൽ പല വോയിസ് ക്ലിപ്പുകളും ഇനിയും പുറത്തു വരും. കൊടുക്കൽ വാങ്ങലുകളുടെയും കണക്കുകളുടെയും പല കഥകളും ലോകമറിയും. അതോടെ ഉറുക്കപ്പെട്ടവരുടെ ശൃംഖലയിലേക്ക് പുതിയ ചില പേരുകൾ കൂടി മലയാളി എഴുതി ചേർക്കും. അതിന്റെ ആഘോഷമായിരിക്കും പിന്നീട് നടക്കുക. ഈ ആഘോഷമെല്ലാം കെട്ടടങ്ങുമ്പോഴേക്കും ബിഗ് ബോസ് മലയാളം സീസൺ 7 നമ്മുടെ പടിവാതിക്കലെത്തും. പിന്നെ നമ്മൾ അതിന്റെ പിന്നാലെ യാത്ര ചെയ്യും. പക്ഷെ ഈ സംഭവങ്ങൾ സോഷ്യൽ മീഡിയയിൽ, പ്രത്യേകിച്ച് യൂട്യൂബ് മേഖലയിൽ റിയാക്ഷൻ വീഡിയോകൾ ഇടുന്ന എല്ലാ യൂട്യൂബർമാർക്കും ഒരു മുന്നറിയിപ്പാണ്. ആർക്കെതിരെയും എന്തും പറയാം, ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്ന് തോന്നുന്ന വ്യക്തികൾക്ക് ഒരുപക്ഷെ നിയമം നിങ്ങളെ പൂട്ടിയില്ലെങ്കിലും നിങ്ങൾക്കുള്ള പൂട്ടും താക്കോലുമായിട്ട് മറ്റൊരാൾ നാളെ എഴുന്നേറ്റ് വന്നിരിക്കും. തീർച്ചയായിട്ടും അത് എല്ലാ കാലഘട്ടത്തിന്റെയും പ്രത്യേകതയാണ്, കാലഘട്ടങ്ങളുടെ അനിവാര്യതയുമാണ്.